ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അപ്പം നമ്മുടെ സുഭാഷ് ചേട്ടന് വേണ്ടി പെണ്ണാലോചിക്കാൻ നിധിയും അനിയന്മാരും ഒക്കെ പോയത് നമ്മുടെ സുഭാഷ് ചേട്ടൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു നാട്ടുകാരൻ ഇത് കണ്ടു നിന്ന ഒരു നാട്ടുകാരൻ നമ്മുടെ സുഭാഷ് ചേട്ടനെ എന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സുഭാഷ് ചേട്ടൻ പണിസ്ഥലത്തായിരുന്നു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ സുഭാഷ് ചേട്ടൻ തിരിച്ചു പോന്നു കേട്ടോ. പണിസ്ഥലത്ത് നിന്ന് തിരിച്ചു പോന്നു. നമ്മുടെ ലളിതയുടെ വീട്ടിൽ നിന്ന് ബഹളം വെക്കുന്നുണ്ട് നിധിയും അനിയന്മാരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് സുഭാഷ് ചേട്ടൻ പോയപ്പോഴേക്കും അവരവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഇവരെ സ്വീകരിച്ചത് ഇങ്ങനെയാണ്: പോയി നാണം കെട്ട് വന്നില്ലേ? അച്ഛൻ എന്തായാലും പോവാതിരുന്നത് നന്നായിട്ടോ. ഇവരെ ക്ഷണിച്ച കാരണത്താൽ അച്ഛനും കൂടി പോയിരുന്നെങ്കിൽ അച്ഛനും കൂടി നാണം കെട്ട് വന്നേനെ. അപ്പം എന്തായാലും അച്ഛൻ എന്തായാലും നാണം കെട്ട് വന്നതിൽ അച്ഛൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ പോവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്താണ് സുഭാഷ് ചേട്ടൻ കയറി വരുന്നത്. സുഭാഷ് ചേട്ടൻ കയറി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് കാര്യം, എന്നിട്ട് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് അവിടെ പോയിട്ട് പഞ്ചായത്ത് കൂടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ അകത്തുനിന്ന് സുഭാഷ് ചേട്ടൻ ഇവരോട് കാര്യം ചോദിക്കുമ്പോൾ ആരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഭാസ്കരനച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ സുനന്ദയ്ക്ക് വേണ്ടിയിട്ട്, സുനന്ദയുമായിട്ട് നിനക്ക് പെണ്ണാലോചിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയതാണ്. അങ്ങനെ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അത് കേട്ടപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ ആകെ ദേഷ്യം വന്നിട്ടോ. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു പെണ്ണാലോചിക്കാൻ വേണ്ടി പോയത്, എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ നന്നായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എന്നോടെങ്കിലും ചോദിച്ചു. ഇത്രയും കാലം എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം മാത്രം എന്താ ഇങ്ങനെ? എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ പോവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്കൊരു ആപത്തും വരരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ചേട്ടൻ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിധി ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്, ഞാൻ കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സുഭാഷ് ചേട്ടൻ മോളെ നീ മിണ്ടാതിരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടൻ ദേഷ്യപ്പെടുന്നത് സുഭാഷ് ചേട്ടൻ്റെ അനിയന്മാരോടാണ്. അപ്പോൾ പോലും നിധിയോടൊന്നും പറയുന്നില്ല. എന്തായാലും നിധിയാണ് ഇതിന് മുൻകൈ എടുത്തത് സുഭാഷ് ചേട്ടന് അറിയാം. പക്ഷേ എങ്കിൽ പോലും നിധിയോടൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം പഴയ കാര്യങ്ങളും എല്ലാം അറിയുന്നത് അനിയന്മാർക്കാണ്. അപ്പോൾ അവരിത് ചെയ്യാതിരിക്കണം എന്നാണ് സുഭാഷ് ചേട്ടൻ വിചാരിക്കുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടന് ഇത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കാരണം സുനന്ദയോടുള്ള ഇഷ്ടക്കുറവൊന്നും അല്ല കേട്ടോ. എന്തായാലും സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഇവർ പോയി നാണം കെട്ടതും ചീത്ത കേട്ടതും ഒക്കെ സുഭാഷ് ചേട്ടനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്തൊരു കാരണമാണ്. കാരണം സുഭാഷ് ചേട്ടന് അത്രത്തോളം ഇഷ്ടമാണ് തൻ്റെ കുടുംബത്തിന്. അപ്പോൾ ഇങ്ങനൊരു കാര്യം തനിക്ക് വേണ്ടി ചെയ്യേണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും നിധിക്ക് ആകെ കുറ്റബോധമായിട്ടുണ്ട്. നിധി കാരണം അനിയന്മാരും ഏട്ടനും എല്ലാവരും നാണം കെട്ടതിനും അവർ നാണം കെട്ടതൊക്കെ ആലോചിച്ചിട്ട് നിധിക്ക് തൊലിയിരിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കൊന്നും പറയാൻ കഴിയാതെ അവളും സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ ആ സമയത്ത്. എന്തായാലും ഭാസ്കരനച്ഛനും ഇവരോട് പോവണ്ടെന്ന് പറഞ്ഞിട്ടും ഇവർ പോവേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ നിധി എന്തായാലും ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. നമ്മുടെ സുഭാഷ് ചേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, എന്നെ കാണാതെ നിങ്ങളെ ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ച് ഒളിച്ചും പാത്തും ഓരോന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചതാണ്, എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു കാര്യമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും ഹരീഷും നികേഷും സുധീഷൊക്കെ നമ്മളെ നിധിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ ദേഷ്യം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ഒക്കെ മാറിക്കോളും എന്ന് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചേച്ചി, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ നിധിക്ക് നല്ല കുറ്റബോധം ഉണ്ട് കേട്ടോ. നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ പുറത്ത് വരാന്തയിൽ പോയിട്ട് കണ്ണ് നിറയ്ക്കുന്നുണ്ട്. കണ്ണ് നിറയ്ക്കുന്നത് ഒരു കണക്കിന് ചിലപ്പോൾ സുനന്ദയോടുള്ള ഇഷ്ടം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനിയന്മാരും നിധിയും സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് വഴക്ക് കേട്ടത് കൊണ്ടായിരിക്കാം. എന്തായാലും സുഭാഷ് ചേട്ടനെ പോയിട്ട് നമ്മളെ നിധി സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഞാനാണ് അവരോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത്, അവർക്ക് എന്നോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ അവരെ കുറ്റം കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ചേട്ടനൊന്ന് മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ നിധിയുടെ അടുത്ത്. എനിക്ക് സുനന്ദയോട് ഇഷ്ടമാണ്, പണ്ടേ എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും കാലം ഞാനത് ഒളിച്ചു വെച്ചതായിരുന്നു. പക്ഷെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് മുതൽക്ക് എനിക്കത് ഒളിച്ചു വെക്കാൻ പറ്റാതെയായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടൻ ഇപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിനും ഇഷ്ടമുണ്ട്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പറയാൻ പറ്റാത്തൊരവസ്ഥ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വിവാഹം ആലോചിച്ചതിൻ്റെ പേരിൽ ഇനി സുനന്ദയുടെ മനസ്സ് മാറുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. സുനന്ദ വേണമെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ തുറന്നടിച്ചിട്ട് വീട്ടുകാരെ എതിർത്ത് നിൽക്കുമെന്നും ഉള്ള കാര്യം നമുക്ക് സംശയമാണ്. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യൂ. ബൈ.